വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. സോ ഈ അലുകുലുത്ത് സാധനങ്ങളെല്ലാം ഇവിടെ പിറക്കി ഞാൻ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു എന്നായിരിക്കും മേ ബി നിങ്ങളിപ്പോ ആലോചിക്കുന്നത്. ഓക്കെ, ഈ വീഡിയോ ചില ഭർത്താക്കന്മാർക്കുള്ള ഒരു റിപ്ലൈ ആണ്. മെയിൻലി ഞാൻ എന്റെ ഭർത്താവിനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഞാൻ കുറെ പേരോട് ഡിസ്കസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു കോമൺ ഭർത്താക്കന്മാർക്ക് കണ്ടുവരുന്ന ഒരു സംശയമാണ്. ഓക്കെ, അപ്പോ എന്തായാലും ഞാൻ എന്റെ ഭർത്താവിന് അത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതുപോലെ ഡൗട്ടുള്ള എല്ലാ ഭർത്താക്കന്മാർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യണം. അതായത് നമ്മളെ ഭർത്താക്കന്മാരോട് ഇങ്ങനെ ചോദിക്കുകയാണ്, ഒരു 2000 രൂപ തരുമോ, നമുക്ക് കുറച്ച് ക്രീമും അതുപോലെ കുറച്ച് പ്രോഡക്ട്സ് മേടിക്കണം എന്ന് പറയുമ്പോൾ സ്വാഭാവികം എല്ലാ ടിപ്പിക്കൽ ഭർത്താക്കന്മാരും ചോദിക്കുന്ന ചോദ്യമാണ്, 2000 രൂപയോ, നിനക്കൊക്കെ എന്തിനാ ഇത്രയും പൈസ, നീയൊക്കെ 2000 രൂപയ്ക്ക് എന്ത് സാധനമാണ് ഈ വാങ്ങിച്ചിടുന്നതെന്ന്. സി, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. 2000 രൂപയ്ക്ക് ഞങ്ങൾ ഒരു സാധനം അല്ല വാങ്ങുന്നത്. നിങ്ങൾക്ക് ചിലപ്പോ കുളിച്ചിട്ട് പെട്ടെന്ന് തന്നെ മുഖം കഴുകി ടവല് തുടച്ചിട്ട് നേരെ തലയും ചീകി പോകാം, നിങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾക്ക് പല 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 കാര്യങ്ങളൊന്ന് അപ്ലൈ ചെയ്താൽ മാത്രമേ പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ. കുളിച്ചിറങ്ങി വന്ന് ആദ്യം ടോണർ അപ്ലൈ ചെയ്യണം, അത് കഴിഞ്ഞ് മോയ്സ്ചറൈസർ ഇടണം, അത് കഴിഞ്ഞ് സെറം അപ്ലൈ ചെയ്യണം, പിന്നെ മോയ്സ്ചറൈസർ ഇടണം, സൺസ്ക്രീൻ ഇടണം, അതിന് പുറമെ എന്തെല്ലാം ക്രീമുകൾ ഇട്ടാലാണ് ഒരു ദിവസം തുടങ്ങുക. അതുപോലെ ദിവസം അവസാനിക്കുമ്പോൾ പോലും നൈറ്റ് ക്രീം ഇടണം, അണ്ടർ ഐ ക്രീം ഇടണം, അതുപോലെ എന്തൊക്കെ സാധനങ്ങളാണെന്ന് അറിയാം ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോ ഇതൊന്നും ചുമ്മാ കിട്ടത്തില്ല, നിങ്ങൾക്ക് പൈസ ചെലവാകും. അപ്പം അടുത്ത ചോദ്യം, നീയൊക്കെ പിന്നെ ജോലിക്ക് പോകുന്നുണ്ടല്ലോ. ജോലിക്ക് പോകുന്നവരാണ് ഉദ്ദേശിച്ചത്, മറ്റുള്ളവർ ഞാൻ തരം താഴ്ത്തല്ല. ബട്ട് ഞാൻ എന്റെ ഒരു കാറ്റഗറി ഓഫ് പീപ്പിളുടെ കാര്യമാണ് ഇവിടെ എടുക്കുന്നത്. എന്നോട് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഞാനിപ്പം ഹസ്ബൻഡിനോട് പറയാണ്, എനിക്ക് കുറച്ച് പൈസ തരാമോ, കുറച്ച് സ്കിൻ കെയർ പ്രോഡക്ട്സ്. സ്കിൻ കെയർ, ഓക്കെ, മേക്കപ്പ് പ്രോഡക്ട്സ് അല്ല. ഈ ഇരിക്കുന്നതും എല്ലാം സ്കിൻ കെയർ മാത്രമാണ്, ഒരു മേക്കപ്പ് പ്രോഡക്ട്സും എടുത്തിട്ടില്ല. ആൻഡ് ഓൾസോ സ്കിൻ കെയർ തന്നെ പല സാധനങ്ങളും ഞാൻ സ്കിപ്പ് ചെയ്തിരിക്കുകയാണ്. കാരണം ഇതൊക്കെ കാണുമ്പോൾ ആളുകൾ വിചാരിക്കും ഇതൊക്കെ കിട്ടുന്ന പൈസ ഇതിന് മാത്രമേ തികയുള്ളൂ. ഓഫ് കോഴ്സ് യെസ്, കിട്ടുന്നത് പോലും തികയുന്നില്ല ഇതൊക്കെ മേടിച്ചു കൂട്ടാൻ. നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, ആദ്യം തന്നെ ഞാൻ പറയാം, ഒരു ഫേസ് വാഷ്, ഇത് ഡെർമാക്കോഡാണ്. ഇതിന്റെ ഒരു MRP വരുന്നത് 300 രൂപ, 299. ഫേസ് വാഷ്. ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്ത കുളിച്ച് കയറുമ്പോ യൂസ് ചെയ്യുന്ന ഒരു സാധനം ഒരു സെറം ആണ്. അതിന്റെ MRP വരുന്ന 500 രൂപ. അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ, അതിനാകെ 620 രൂപ. ശരി, ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യാണ്, അതിനാണ്ട് 395 രൂപ. ഇനി ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ ഒരു മോയ്സ്ചറൈസർ എടുക്കുകയാണെങ്കിൽ അതിനുണ്ട് 565 രൂപ. ശരി, ഇതൊരു എന്താ പറയാ അണ്ടർ ആം ട്രീറ്റ്മെന്റ്, ഒരു എന്താ പറയാ ഗ്ലൈക്കോളിക് ആസിഡിന്റെ ഒരു സാധനമാണ്, അതിനുണ്ട് 350 രൂപ. ഇനി തലയിലോട്ട് പോട്ടെ, ഒരു സെറം എടുക്കാണ് 300 രൂപ. ഇനി രാത്രി ആകുമ്പോ യൂസ് ചെയ്യുന്ന ഒരു അണ്ടർ ഐ ക്രീം ഉണ്ട്, ഇതിനുണ്ട് 275 രൂപ. അതിനുശേഷം ഇടുന്ന ഒരു ക്രീം ഉണ്ട്, അതിനുണ്ട് 350 രൂപ. ഇതിൽ ഞാൻ ഇനിയും ലിസ്റ്റ് ചെയ്യാനുണ്ട്, എനിക്ക് തന്നെ പറയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ചോദിക്കാണ്. ഇത്രയും പൈസയാണ്, 2000 രൂപയ്ക്ക് നിൽക്കുന്നില്ല ഞാനിപ്പോ പറഞ്ഞു വന്നപ്പോ. അപ്പൊ ഞങ്ങളൊക്കെ ഒരു 2000 രൂപ ചോദിക്കുമ്പോ നിങ്ങൾക്ക് ആ 2000 രൂപ തന്ന എന്താണ് ഇത്ര പ്രശ്നം? നിങ്ങൾക്കല്ലേ അതിന്റെ ക്രെഡിറ്റ്സ്. അതായത് നിങ്ങളുടെ ഭാര്യമാര് സുന്ദരികളായിട്ട് പുറത്തു പോകുമ്പോ 10 പേര് നോക്കിയിട്ട് അവന്റെ ഭാര്യ അല്ലെങ്കിൽ അവന്റെ പെങ്ങൾ കൊള്ളാം എന്ന് പറയുമ്പോ നിങ്ങൾക്കല്ലേ അതിന്റെ ഒരു ക്രെഡിറ്റ്സ്. അപ്പൊ നിങ്ങളല്ലേ ഞങ്ങൾക്ക് പൈസയൊക്കെ തന്ന് ഞങ്ങളെ സുന്ദരികളാക്കി കൊണ്ടുനടക്കാനുള്ള ഉത്തരവാദിത്തം കാണിക്കാം. ശരിയാണ്, ഞങ്ങൾക്ക് ജോലിയുണ്ട്, പക്ഷെ നമുക്ക് കിട്ടുന്ന ശമ്പളം നമ്മുടേതും നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം നമ്മുടേതും, അങ്ങനെയാണല്ലോ പൊതുവെയുള്ള ഒരു നാട്ടു നടപ്പ്. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം നമ്മൾ സേഫ് ആയിട്ട് വെക്കണ്ടേ? ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങളല്ലേ ഞങ്ങൾക്ക് ശമ്പളമൊക്കെ തന്ന് പൈസയൊക്കെ തന്ന് സഹായിക്കേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോ നിങ്ങളെ പോലെ 5 രൂപയുടെയും 10 രൂപയുടെയും ക്രീമും 5 രൂപയുടെയും 10 രൂപയുടെയും ഷാമ്പൂ ഒന്നും ഞങ്ങൾക്ക് പറ്റത്തില്ല. ഇത്രയും കോസ്റ്റ്ലി പ്രോഡക്ട്സ്, ഇത് കോസ്റ്റ്ലിയേ അല്ല ബൈ ദ വേ. ഇതൊക്കെ ഏറ്റവും കുറഞ്ഞ അണ്ടർ റേറ്റഡ് സാധനങ്ങളാണ്. ഇതിലും കുറഞ്ഞതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിലൊന്നും തീരെയും ഒരു നിലവാരമില്ലാത്തതായതുകൊണ്ട് ഒരു മിനിമം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ടൈപ്പ് സാധനങ്ങളാണ് ഈ വക സാധനങ്ങൾ. ഇതിന്റെ കൂടിയതേ ഉള്ളൂ, കുറഞ്ഞതില്ല. അപ്പൊ ഞങ്ങളുടെയൊക്കെ രോദനം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി മേലാൽ ഭാര്യമാരോട് നിനക്കൊക്കെ എന്തിനാണ് ഇത്രയും പൈസ, ഒരു ക്രീം വാങ്ങിക്കാൻ 2000 എന്ന് ചോദിക്കുന്നതിന് മുന്നേ നിങ്ങൾ ചിന്തിക്കണം, ഓരോ ക്രീമിന്റെ വിലയും 2000 അല്ല, അതിന്റെ മേളിലോട്ടാണ്. അപ്പോ ദൈവത്തെ ഓർത്ത് എന്റെ ഭർത്താവിനോട് കൂടിയാണ് ഞാൻ പറയുന്നത്. കാരണം റീസെന്റ് തന്നെയാണ് പുള്ളി എന്നോട് ചോദിച്ച ഒരു കാര്യമാണ്, നിനക്ക് എന്തിനാണ് ഇത്രയും പൈസ, എന്തിനാണ് ഇത്രയും സാധനങ്ങൾ വാരി കൂട്ടുന്നത്, എന്തിനാണ് ഇത്രയും വാങ്ങിച്ചിട്ട്, ഇതൊന്നും കാണുന്നില്ലല്ലോ എന്ന്. ഇതൊന്നും ആരും കാണിക്കാനല്ല, ഇതൊക്കെ സ്കിൻ കെയർ മാത്രമാണ്.
ഈ സ്കിൻ കെയർ ഇട്ടിട്ട് നമ്മൾ മേക്കപ്പിലോട്ട് കടന്നാൽ മാത്രമേ നമ്മൾ സുന്ദരിമണികളാവുള്ളൂ. ഓക്കെ, സോ ഇനിയെങ്കിലും ഇങ്ങനെ പൈസ ചോദിക്കുമ്പോൾ പിശുക്ക് കാണിക്കരുത്, ഞങ്ങളെ പോലുള്ളവർക്ക് തരണം കേട്ടോ. അപ്പൊ ഓക്കെ, ബൈ.